രാജക്കാട് പഞ്ചായത്തിലെ 11-ാം വാർഡിൽ ഉൾപ്പെടുന്ന കള്ളിമാലി അമ്പലക്കവല റോഡ്, കള്ളിമാലി ചെറുപുറം റോഡുകളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം ഉന്നയിച്ച ആരോപണം തള്ളി വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ദീപ പ്രകാശ്. ആരോപണം അടിസ്ഥാനരഹിതമെന്നും റോഡ് നിർമ്മാണം വൈകുന്നത് മഴ മൂലമെന്നും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുള്ള ആരോപണമാണെന്നും ദീപ പ്രകാശ് പറഞ്ഞു. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കള്ളിമാലി വ്യൂ പോയിന്റിലേക്കുള്ള റോഡാണ് അമ്പലക്കവല കള്ളിമാലി റോഡ്. ടാറിംഗ് തകർന്ന റോഡിൽ കുഴികൾ രൂപപ്പെട്ട് ചെളിക്കുണ്ടായി കിടക്കുന്ന റോഡ് നന്നാക്കാൻ പഞ്ചായത്ത് മെമ്പർ ഒരുവിധ ഇടപെടലും നടത്തുന്നില്ലെന്നായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം. എന്നാൽ റോഡ് നിർമ്മാണത്തിനായി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിരിക്കുന്നതാണെന്നും മഴ മാറിയാൽ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും വാർഡ് മെമ്പറും വൈസ് പ്രസിഡന്റുമായ ദീപ പ്രകാശ് പറഞ്ഞു. കള്ളിമാലി 11-ാം വാർഡിലെ റോഡുകളെല്ലാം ശോചനീയാവസ്ഥയിലാണ്. പഞ്ചായത്ത് റോഡിന് വേണ്ടി യാതൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ വളരെ മോശമായ രീതിയിൽ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ അത് തികച്ചും വാസ്തവ വിരുദ്ധമാണ്. കാരണം നമ്മുടെ കാലാവസ്ഥ ഈ രീതിയിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്കറിയാം, മഴ വളരെ ശക്തമായിട്ടാണ് ഇപ്പോൾ മഴ നിലനിൽക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് റോഡുകളുടെ പ്രവർത്തനങ്ങളെല്ലാം, ഏറ്റെടുക്കുന്ന എല്ലാ പ്രവൃത്തികളും മഴ മാറിയതിനു ശേഷം തീർച്ചയായും ഇത് ചെയ്യുന്നതായിരിക്കും. അതിനുള്ള എല്ലാ ടെൻഡർ നടപടികളും പൂർത്തിയാക്കിയതുമാണ്. ഇപ്പോൾ നിലവിലെ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് റോഡിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഉടനടി തന്നെ നടത്തുന്നതായിരിക്കും. റോഡ് നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന കാര്യം കോൺഗ്രസ് പ്രവർത്തകർക്കും അറിയാം. എന്നാൽ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടാണ് ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും ദീപ പ്രകാശ് പറഞ്ഞു. ആക്ഷേപം ഉന്നയിക്കുന്നതിന്റെ കാര്യം എന്താണ്? കാരണം ഇലക്ഷൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഇലക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നതാണ്. ഇതിൽ വേറെ യാതൊരുവിധ വീഴ്ചയും വന്നിട്ടില്ല. റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കള്ളിമാലി വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ വികസനത്തിനും വലിയ മുതൽക്കൂട്ടാകുമെന്നും ദീപ പ്രകാശ് പ്രതികരിച്ചു. സിറ്റി വിഷൻ, രാജക്കാട്.